ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി തെരുവിൽ പോരാടിയ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമേകുന്ന നിർണായകമായ ഒരു നീക്കത്തിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ പ്രതിഷേധങ്ങളുടെ പേരിൽ അന്ന് സംസ്ഥാന സർക്കാർ രജിസ്റ്റർ ചെയ്തിരുന്ന ഗുരുതരമല്ലാത്ത കേസുകളെല്ലാം പൂർണ്ണമായും പിൻവലിക്കാനൊരുങ്ങുകയാണ്. അക്രമ സംഭവങ്ങളിലോ ഗുരുതരമായ നാശനഷ്ടങ്ങളിലോ ഉൾപ്പെടാത്ത എന്നാൽ ആചാര സംരക്ഷണത്തിനായി സമാധാനപരമായി നാമജപ ഘോഷയാത്രകളിൽ പങ്കെടുത്ത സാധാരണക്കാരായ ഭക്തർക്കെതിരെയുള്ള ക്രിമിനൽ ഇതര കേസുകളെല്ലാം പിൻവലിക്കാനാണ് നിലവിലെ നീക്കം. ശബരിമല ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകളായുള്ള ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിരുദ്ധമായി യുവതീ പ്രവേശനം അനുവദിക്കരുതെന്ന ഉറച്ച നിലപാട് തന്നെയാകും ഇനി സുപ്രീം കോടതിയിൽ UDF സർക്കാർ സ്വീകരിക്കുക. ഈ വിഷയത്തിൽ മുൻപ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയിൽ കഴിഞ്ഞ LDF സർക്കാർ നൽകിയ വിശ്വാസവിരുദ്ധമായ സത്യവാങ്മൂലം നിയമപരമായി സാധ്യമെങ്കിൽ പൂർണ്ണമായും പിൻവലിച്ച് ഭക്തജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന പുതിയൊരു സത്യവാങ്മൂലം നൽകുന്നതിനുള്ള സാധ്യതകളും ആഭ്യന്തര നിയമവകുപ്പുകൾ വളരെ ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണ്. ശബരിമല പ്രതിഷേധങ്ങളുടെ പേരിൽ സംസ്ഥാനത്തൊട്ടാകെ 29,000-ലധികം സാധാരണക്കാരായ വിശ്വാസികൾക്കെതിരെ 2,600-ലധികം കേസുകളാണ് മുൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എടുത്തുകൂട്ടിയിരുന്നത്. ഈ കേസുകളുടെ എല്ലാം തൽസ്ഥിതി വിശദമായി പരിശോധിച്ച് അവ പരമാവധി വേഗത്തിൽ റദ്ദാക്കാനാണ് UDF സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന 2018 സെപ്റ്റംബറിലെ സുപ്രീം കോടതി വിധി വന്നയുടൻ അതിലെ നിയമപരമായ പോരായ്മകൾ പരിശോധിക്കാനോ പുനഃപരിശോധിക്കാനോ ഹർജി നൽകാനോ മുതിരാതെ അതപ്പാടെ നടപ്പാക്കാൻ അന്നത്തെ LDF സർക്കാർ കാട്ടിയ അനാവശ്യ ധൃതിയാണ് കേരളത്തെ വലിയൊരു സംഘർഷ ഭൂമിയാക്കി മാറ്റിയത്. ലക്ഷക്കണക്കിന് അമ്മമാരും ഭക്തരും തെരുവിലിറങ്ങി നാമം ജപിച്ചപ്പോൾ അവരെ കള്ളക്കേസുകളിൽ കുടുക്കാനും ജയിലിലടക്കാനുമാണ് LDF സർക്കാർ ശ്രമിച്ചത്. എന്നാൽ ഈ കേസ് പിൻവലിക്കൽ നടപടിയിലൂടെ മുൻപ് അധികാരത്തിന്റെ അഹങ്കാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തെറ്റായ തീരുമാനങ്ങൾക്കുള്ള തിരുത്തുകൂടിയാണ് സംഭവിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ആദ്യഘട്ടം മുതൽക്കേ ഭക്തജനങ്ങളുടെയും വിശ്വാസികളുടെയും വികാരം മാനിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് UDF ആയിരുന്നു. ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന പ്രതിജ്ഞാബദ്ധത UDF എന്നും കാത്തുസൂക്ഷിച്ചിരുന്നു. 2018-ൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് ശബരിമലയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയപ്പോൾ വിശ്വാസികൾക്കൊപ്പം ഉറച്ചുനിന്ന് തെരുവിൽ പോരാടിയിരുന്നു UDF പ്രവർത്തകർ. ഇന്ന് ഭക്തർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് VD സർക്കാർ എത്തുമ്പോൾ LDFനേറ്റ രാഷ്ട്രീയ തിരിച്ചടിയാണിത്. ദൈവവിശ്വാസികളെ കേവലം അന്ധവിശ്വാസികളായി ചിത്രീകരിക്കുന്ന CPM നേതാക്കൾ ഭക്തരുടെ വികാരങ്ങളെ ചവിട്ടിമെതിക്കാനാണ് അധികാരം ഉപയോഗിച്ചത്. ശബരിമലയോടും അയ്യപ്പ ഭക്തരോടും മുൻ സർക്കാർ ചെയ്ത അനീതികൾ ചെറുതല്ല. ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കാനും വഴിപാട് പണവും ഭക്തരുടെ ദക്ഷിണയും കൈപ്പറ്റാൻ വലിയ താല്പര്യം കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പക്ഷേ ഭക്തരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ യാതൊരു താല്പര്യവും കാണിച്ചിരുന്നില്ല. ശബരിമല എന്ന പുണ്യഭൂമിയെയും അവിടുത്തെ കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളെയും ദ്രോഹിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കടുംപിടുത്തങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഈ കേസ് പിൻവലിക്കൽ നടപടിയെന്ന് തന്നെ പറയാം.